നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആർക്കും കുഞ്ഞിന്റെ അമ്മയാവാം, പക്ഷേ ഒരു ജീവൻ ഏത് സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഉത്ഭവിച്ചോ അവരാണ് ആ കുഞ്ഞിന്റെ യഥാർത്ഥ അമ്മ. ഈ കുടുംബത്തിന്റെ മൊത്തം ദോഷങ്ങൾ മാറണമെങ്കിൽ കുട്ടിയുടെ പെറ്റമ്മ തന്നെ അതിന്റെ അച്ഛനോടൊപ്പം 21 ദിവസം ഒരുമിച്ച് കഴിയണം. ഇല്ലെങ്കിൽ അത് കുട്ടിയുടെ ജീവന് മാത്രമല്ല ആപത്ത് വരുത്താൻ പോകുന്നത്, ഈ കുടുംബത്തിലെ എല്ലാവരുടെയും ജീവന് തന്നെ ഭീഷണിയാവും. ഇതെന്റെ തീരുമാനമല്ല, ദൈവത്തിന്റെ തീരുമാനമാണ്. ദൈവത്തിന്റെ തീരുമാനം ഞാൻ അങ്ങോട്ട് അറിയിച്ചതാണ്. ഇതല്ലാതെ ഇതിന് മറ്റൊരു പരിഹാരം ഇല്ലേ തിരുമേനി? ഞാൻ പല പ്രാവശ്യം കവടി നിരത്തി നോക്കുന്നത് നിങ്ങൾ കണ്ടതാണ്. ഇതിന് ഈ തീരുമാനമല്ലാതെ മറ്റൊരു തീരുമാനം ദൈവം നിർദ്ദേശിക്കുന്നില്ല. ഇത് ചെയ്തേ പറ്റൂ. മരിക്കേണ്ടി വന്നാലും ഈ തീരുമാനം ഞാൻ അംഗീകരിക്കില്ല. മീനാക്ഷി, മനുഷ്യനെ കരയിപ്പിക്കുന്ന ഒരു തീരുമാനം ദൈവം എടുക്കുമെന്ന് എനിക്കൊട്ട് വിശ്വാസമില്ല. എന്നിൽ വിശ്വാസമുള്ളതുകൊണ്ട് എന്നെ നിങ്ങൾ പ്രശ്നം നോക്കാൻ ഏൽപ്പിച്ചു. പ്രശ്നത്തിൽ കണ്ടത് ഞാൻ പറഞ്ഞു. നിങ്ങൾക്കത് വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം. അയ്യോ തിരുമേനി, അങ്ങനൊന്നും പറയരുത്. ഞങ്ങൾക്ക് തിരുമേനി 100% വിശ്വാസം. തിരുമേനി പറയുന്നതൊന്നും എനിക്ക് തെറ്റാണ്. അംഗീകരിക്കാൻ പറ്റില്ല. ഇവള് പെട്ടു. ഇവളുടെ ഈ കണ്ണീര് കാണുമ്പോ എനിക്ക് എന്ത് സന്തോഷാണെന്നറിയോ? ഞാൻ ഈ കുടുംബത്തെ സ്നേഹിക്കുന്ന ആളാണ്. നിങ്ങൾക്ക് ദോഷം വരരുത്, അതുകൊണ്ട് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് അനുസരിക്കുകയോ അനുസരിക്കാതിരിക്കുകയോ ചെയ്യാം. പക്ഷേ ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ ചെയ്തില്ല എങ്കിൽ ഈ കുടുംബം നശിക്കും. വാഴപ്പാടി തിരുമേനിയുടെ ജോത്സ്യം കേരളത്തിലുള്ള എല്ലാവരും അംഗീകരിക്കുന്ന പോലെ ഞാനും അംഗീകരിക്കുന്നു. എനിക്കത് വിശ്വാസമാണ്. ചെമ്പകമംഗലത്തിന് ദോഷം മാറാൻ, കുടുംബത്തിലെ എല്ലാവരുടെ ആപത്ത് നീങ്ങാൻ മനസ്സിന് ഇഷ്ടമില്ലാത്ത പരിഹാരമാണ് തിരുമേനി പറഞ്ഞതെങ്കിലും ആ തീരുമാനം ഞങ്ങൾ നടപ്പാക്കും. മുത്തശ്ശി എന്താ പറഞ്ഞോണ്ട് വരുന്നേ? മൈഥിലി കാർത്തിയോടൊപ്പം 21 ദിവസം ഒരുമിച്ച് ജീവിക്കും. മുത്തശ്ശി, അമ്മേ, അപ്പൊ ഞാൻ ഇറങ്ങട്ടെ? തിരുമേനി ദക്ഷിണ വേണ്ട. ദൈവമേ, എന്നോട് പൊറുക്കണേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.